നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സരാശംസകൾ. പ്രധാന വാർത്തകൾ. കുന്നംകുളത്ത് സഹോദരി ഭർത്താവ് വീട്ടമ്മയെ കൊലപ്പെടുത്തിയത് ആസൂത്രിതമായെന്ന് പോലീസ്. പ്രതി കണ്ണൻ ലക്ഷ്യമിട്ടത് അർത്താറ്റ് സ്വദേശി സിന്ധുവിനെ കൊലപ്പെടുത്തി സ്വർണ്ണക്കവർച്ച നടത്താൻ. 7 ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യത മറികടക്കാനാണ് പ്രതി കൊലപാതകം നടത്തിയതെന്നും പോലീസ്. മൃതദേഹത്തോട് അധികൃതർ അനാദരവ് കാട്ടിയെന്ന് ആക്ഷേപം. കഴുത്തറുത്ത നിലയിൽ മൃതദേഹം മണിക്കൂറുകളോളം വീടിനുള്ളിൽ കിടന്നു. ഫോറൻസിക് വിരലടയാള വിദഗ്ധരുടെ സംഘമെത്തിയത് 14 മണിക്കൂറുകൾക്ക് ശേഷം. മങ്കരയിൽ തേനീച്ചകളുടെ ആക്രമണത്തിൽ 2 പോലീസുകാർ ഉൾപ്പെടെ 3 പേർക്ക് പരിക്ക്. തേനീച്ചകളുടെ ആക്രമണം അതിർക്കാട് ഞാവളിൻകടവ് പുഴയോരത്ത് വെച്ച്. പോലീസുകാർ പുഴയോരത്തെത്തിയത് പുതുവത്സര വേളയിൽ ലഹരി വസ്തുക്കളുടെ വിൽപ്പന പ്രദേശത്ത് വ്യാപകമെന്ന രഹസ്യവിവരത്തെ തുടർന്ന്. സമീപത്തെ കള്ളുഷാപ്പ് ജീവനക്കാരനും തേനീച്ചകളുടെ കുത്തേറ്റു. കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോരാട്ടത്തിന് ആഹ്വാനവുമായി കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം കുളപ്പുള്ളിയിൽ. ഭിന്നശേഷി സൗഹൃദ നവകേരളത്തിനായി അണിചേരാനും KRTA ആഹ്വാനം. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറെ അവഹേളിച്ച ആഭ്യന്തരമന്ത്രി അമിത് ഷാക്കെതിരെ പട്ടികജാതി ക്ഷേമസമിതി. പാലക്കാട്ട് പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും. അമിത് ഷാ രാജിവെക്കണമെന്ന് EKS നേതാക്കൾ. ലോകം പുതുവർഷ പുലരിയിലേക്ക്. 2024 വിട പറയുന്നു. 2025 ഭൗതികവും ആത്മീയവുമായ നന്മകൾ വർഷിക്കുന്ന ദിനങ്ങൾ സമ്മാനിക്കുമെന്ന് പ്രത്യാശ. എങ്ങും പുതുവത്സരാഘോഷത്തിന്റെ നിറവ്. വാർത്തകൾ വിശദമായി. കുന്നംകുളത്ത് സഹോദരി ഭർത്താവ് വീട്ടമ്മയെ കൊലപ്പെടുത്തിയത് ആസൂത്രിതമായെന്ന് പോലീസ്. അർത്താറ്റ് സ്വദേശി സിന്ധുവിനെ കൊലപ്പെടുത്തി സ്വർണ്ണക്കവർച്ച നടത്താനാണ് പ്രതി കണ്ണൻ ലക്ഷ്യമിട്ടത്. 7 ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യത മറികടക്കുന്നതിനാണ് പ്രതി കൊലപാതകം നടത്തിയതെന്നും പോലീസ് അറിയിച്ചു. ഇന്നലെ രാത്രി 8 മണിയോടെ അർത്താറ്റിലെ സിന്ധുവിന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറിയാണ് സഹോദരി ഭർത്താവ് കണ്ണൻ കൊലപാതകം നടത്തിയത്. കൃത്യമായ ആസൂത്രണത്തോടെയാണ് കൊലപാതകം നടത്തിയതെങ്കിലും പ്രതിയുടെ രക്ഷപ്പെടാനുള്ള നീക്കം പാളി. കൊലപാതകത്തിന് ശേഷം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ പ്രതിയെ അയൽവാസികൾ കണ്ടിരുന്നു. പ്രതി ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ നിറം സഹിതമുള്ള വിവരങ്ങൾ പോലീസിനെ നാട്ടുകാർ അറിയിച്ചു. ഈ വിവരങ്ങളാണ് 1 മണിക്കൂറിനകം പ്രതിയെ തിരിച്ചറിഞ്ഞ് പിടികൂടി പോലീസിനെ ഏൽപ്പിക്കാൻ നാട്ടുകാരെ സഹായിച്ചത്. രാത്രി തന്നെ കണ്ണനെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് കൊലപാതകം ആസൂത്രിതമാണെന്ന് പോലീസ് ഉറപ്പിച്ചത്. വൈകിട്ട് 6 മണിയോടെ മുതുവറയിലെ വീട്ടിൽ നിന്ന് അർത്താറ്റെത്തിയ ഇയാൾ സിന്ധുവിൻ്റെ ഭർത്താവ് മണികണ്ഠൻ പുറത്തു പോകുന്നത് നോക്കി വീടിന് സമീപത്ത് പതുങ്ങിയിരുന്നു. മണികണ്ഠൻ പുറത്തുപോയതോടെ കയ്യിൽ കരുതിയ കത്തിയുമായി വീടിനുള്ളിൽ കയറിയ പ്രതി മിനിറ്റുകൾ കൊണ്ട് കൊല നടത്തി സിന്ധുവിൻ്റെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. പ്രതിക്ക് 7 ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യതയുണ്ട്. ഇത് മറികടക്കുന്നതിനു വേണ്ടിയാണ് കൊലപാതകവും കവർച്ചയും ആസൂത്രണം ചെയ്തതെന്നും പോലീസ് അറിയിച്ചു. ഫോറൻസിക് പരിശോധനകളും ഇൻക്വസ്റ്റ് നടപടികളും പൂർത്തിയാക്കിയ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കുന്നംകുളത്ത് വീട്ടമ്മയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ മൃതദേഹത്തോട് കടുത്ത അനാദരവ്. കൊലപാതകം നടന്ന വീട്ടിലേക്ക് ഫോറൻസിക് വിരലടയാള സംഘം എത്തിയത് 14 മണിക്കൂറുകൾക്കു ശേഷമാണ്. 14 മണിക്കൂറിലേറെ നേരമാണ് കഴുത്തറുത്ത നിലയിൽ മൃതദേഹം വീടിനുള്ളിൽ കിടന്നത്. കൊല നടന്ന 1 മണിക്കൂറിനുള്ളിൽ തന്നെ പ്രതിയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിരുന്നു. എന്നാൽ ഫോറൻസിക് സംഘം എത്താൻ വൈകിയതാണ് കടുത്ത അനാദരവിന് ഇടയാക്കിയത്. സംഭവം മാധ്യമങ്ങളിൽ വാർത്തയായതോടെയാണ് ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചത്. അധികൃതർ മൃതദേഹത്തോട് കാണിച്ച അനാദരവിനെതിരെ പ്രദേശത്ത് വലിയ പ്രതിഷേധമുയർന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മങ്കരയിൽ തേനീച്ചകളുടെ കൂട്ടത്തോടെയുള്ള ആക്രമണത്തിൽ 2 പോലീസുകാരടക്കം 3 പേർക്ക് കുത്തേറ്റു. മങ്കര പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാരായ സജീർ, യാക്കൂബ്, ഞാവളിൻകടവിലെ കള്ളുഷാപ്പ് ജീവനക്കാരൻ KR നാരായണൻ എന്നിവർക്കാണ് തേനീച്ചയുടെ കുത്തേറ്റത്. കഴുത്തിലും പുറകുവശത്തും കൈക്കും കുത്തേറ്റ ഇവർ മങ്കര അതിർക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. ചൊവ്വാഴ്ച രാവിലെ 11:30 അതിർക്കാട് ഞാവളിൻകടവ് പുഴയോരത്ത് വെച്ചാണ് സംഭവം. പുതുവർഷ പുലരിയുടെ ഭാഗമായി മദ്യം, മയക്കുമരുന്ന് പോലുള്ള സംഭവം പുഴയോര മേഖലയിൽ നടക്കുന്നുണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്ന് പരിശോധനയ്ക്കെത്തിയതായിരുന്നു 2 അംഗ പോലീസ് സംഘം. മഫ്റ്റിയിലായിരുന്നു സംഘം. പുഴയോര മേഖലയിൽ വലിയ തോതിൽ കാറായതിനാൽ പരിശോധന നടത്തവേ ഇരുവരെയും തേനീച്ചക്കൂട്ടം കടന്നാക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കവേ
തേനീച്ചക്കൂട്ടം ഇവരെ പിന്തുടരുകയായിരുന്നു. ഈ അതിർക്കാട് റെയിൽവേ ക്രോസിന്റെ അപ്പുറത്ത് വ്യാപകമായിട്ട് കോളേജുകളും മറ്റും ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള ഇൻഫർമേഷനൊക്കെ സ്റ്റേഷനിൽ കിട്ടാറുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു CSR പ്രത്യേകിച്ച് നിർദ്ദേശപ്രകാരം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡ്യൂട്ടി നിയമിച്ചിട്ട് അയച്ചതാണ്. അപ്രകാരമാണ് പരിശോധനയ്ക്ക് പോയത്. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ കുറച്ച്, അതായത് കൂടുതൽ റെയിൽവേ ക്രോസ് കഴിഞ്ഞുകൊണ്ട് ഇടത് ഭാഗത്ത് കുറച്ച് കാട് പോലെ കിടക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ ആ ഭാഗത്താണ് കൂടുതലും ഈ പിള്ളേർ വരുന്ന സമയത്ത് പല ഭാഗങ്ങളിൽ പത്തിരിപ്പാല സൈഡ്, അതുപോലെ തന്നെ അകലൂർ ഏരിയ പല സ്ഥലങ്ങളിൽ നിന്നും അവിടെ വരുന്നുണ്ട്. അപ്പോൾ ആ ഏരിയയിലേക്ക് ഒന്ന് കവർ ചെയ്തിട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയത്. അവിടെ പോയി നോക്കുമ്പോൾ പെട്ടെന്ന് ഇദ്ദേഹം എൻ്റെ കുറച്ച് പുള്ളി വേറൊരു സൈഡിലൂടെ ഞാനിപ്പുറത്ത് രണ്ട് റൂട്ട് പോലെ കിടക്കുന്നത്, അതിനകത്ത് പുള്ളി വേറൊരു സൈഡിലായിരുന്നു, ഞാനിപ്പുറത്തെ സൈഡിലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് നോക്കുന്ന സമയത്ത് പുള്ളി അവിടെ നിന്ന് ഓടുന്നത് കണ്ടു. അപ്പോൾ എന്താണ് സംഭവം വിചാരിച്ചിട്ട് അങ്ങനെ ബേജാറിട്ട് പോയി നോക്കിയപ്പോഴാണ് അങ്ങനെ തിരിച്ചുകൊണ്ട് ഒന്നിച്ചങ്ങോട്ട് ഇളകി വരികയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓടി ഏകദേശം ഒരു 300-400 മീറ്ററോളം ഈ റോഡിലേക്ക്, മെയിൻ റോഡിലേക്ക് ഞങ്ങൾ ബൈക്ക് വെച്ച സ്ഥലത്തേക്ക് അത്രയും ദൂരമുണ്ട്. 300 മീറ്റർ അകലെയുള്ള കള്ളുഷാപ്പിനകത്ത് പോലീസുകാർ ഓടിക്കയറിയെങ്കിലും അതിനകത്തും തേനീച്ചകൾ പിന്തുടർന്ന് ഇവരെ ആക്രമിക്കുകയായിരുന്നു. പോലീസുകാർ ഭയന്നോടുന്നത് കണ്ട് അന്വേഷിക്കാൻ ചെന്ന കള്ളുഷാപ്പ് ജീവനക്കാരൻ നാരായണനും നിരവധി കുത്തേറ്റു. കള്ളുഷാപ്പ് ഉടമ സുഭാഷ് ഷാപ്പിന്റെ വാതിൽ അടച്ച ശേഷം ചൂലുപയോഗിച്ച് തലങ്ങും വിലങ്ങും വീശിയാണ് പോലീസുകാരെ രക്ഷപ്പെടുത്തിയത്. 2 പോലീസുകാർക്ക് ദേഹമാസകലം കുത്തേറ്റിട്ടുണ്ട്. സംഭവം അറിഞ്ഞ് മങ്കര സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരായ ഇബ്രാഹിം, സുരേഷ് എന്നിവരും സംഭവ സ്ഥലത്തെത്തി ഉന്നത ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. 2024 വിട പറയുന്നു. ലോകം പുതുവത്സരാഘോഷത്തിൻ്റെ ആഹ്ലാദ നിറവിലാണ്. 2025 സന്തോഷത്തിൻ്റെയും ക്ഷേമത്തിൻ്റെതുമാകണമെന്നാണ് ഓരോ വ്യക്തിയുടെയും പ്രാർത്ഥന. ഓരോ പുതുവർഷവും നമുക്ക് നമ്മെ തന്നെ മെച്ചപ്പെടുത്താനുള്ള അവസരം കൂടിയാണ്. ഭൗതികവും ആത്മീയവുമായ എല്ലാ നന്മകളും വർഷിക്കുന്ന വർണ്ണമനോഹരമായ വർഷമാകണം 2015 എന്ന് നമുക്ക് ആശിക്കാം. എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സരാശംസകൾ. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഷൊർണൂർ വില്ലേജ് കമ്മിറ്റി ഫുഡ് ഫെസ്റ്റും പുതുവത്സരാഘോഷവും സംഘടിപ്പിച്ചു. അസോസിയേഷൻ പാലക്കാട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി KK ഗൗരി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ കോഓപ്പറേറ്റീവ് സർവീസ് ബാങ്ക് ഈവനിംഗ് ശാഖ ഹാളിലാണ് ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ഫുഡ് ഫെസ്റ്റിൻ്റെയും പുതുവത്സരാഘോഷത്തിൻ്റെയും ഉദ്ഘാടനം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി KK ഗൗരി ടീച്ചർ നിർവഹിച്ചു. എണീക്കണം, അല്ലെങ്കിൽ നമുക്ക് സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കണം. അതൊരു വെറും പറച്ചിലല്ല. അങ്ങനെ ആവാൻ നമ്മുടെ മനസ്സിനെ നാം പാകപ്പെടുത്തണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. ഇവിടെ സൂചിപ്പിച്ച പോലെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല എന്ന് പറയുന്നത് എത്രയൊക്കെ പറഞ്ഞാലും അത് ഒന്നാമത്തെ മേഖല അടുക്കളയാണ്. അത് കഴിഞ്ഞിട്ടാണ് എല്ലാം. വില്ലേജ് പ്രസിഡന്റ് P ജിഷ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി P സിന്ധു, നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്, CDS ചെയർപേഴ്സൺ VC സിന്ധു എന്നിവർ പ്രസംഗിച്ചു. കുമ്പളങ്ങ ഹൽവ, പച്ചമത്തങ്ങ പായസം, എഗ് റൈസ്, പഴം ഹൽവ, വിഷുക്കട്ട, കഞ്ഞിവെള്ളം സൂപ്പ്, കഞ്ഞിവെള്ളം ഹൽവ, ബീറ്റ്റൂട്ട് ഹൽവ, അവിൽ ഹൽവ, മിക്സഡ് നൂഡിൽസ്, പച്ചപ്പപ്പായ ഹൽവ, ആപ്പിൾ കുമ്പളങ്ങ പായസം, പനപ്പൊടി ഹൽവ, പനക്കൂമ്പ് തേങ്ങ പൊങ്ങ്, ചേമ്പിൻ തണ്ട്, ചേനത്തണ്ട് എന്നിവ ഉപയോഗിച്ചുള്ള അവിയൽ തുടങ്ങി 40ഓളം വിഭവങ്ങളാണ് ഫുഡ് ഫെസ്റ്റിൽ ശ്രദ്ധയാകർഷിച്ചത്. വില്ലേജ് സെക്രട്ടറി CK സൗമ്യ സ്വാഗതവും ട്രഷറർ ഷീബ നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒളിമ്പിക് വേവ് ഓപ്പൺ ജിം സൗഹൃദ കൂട്ടായ്മ പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. ഷൊർണൂർ ഭാരതപ്പുഴയോരത്തെ ഓപ്പൺ ജിമ്മിൽ സംഘടിപ്പിച്ച ആഘോഷം ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ ഭാരതപ്പുഴയോരത്തെ ഓപ്പൺ ജിം കേന്ദ്രീകരിച്ചുള്ള കൂട്ടായ്മയാണ് ഒളിമ്പിക് വേവ് ഓപ്പൺ ജിം സൗഹൃദ കൂട്ടായ്മ. കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പുതുവത്സരാഘോഷം നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഓപ്പൺ ജിം ഒളിമ്പിക്സിൻ്റെ പാലക്കാട് കമ്മിറ്റിയുടെ കൂടി നേതൃത്വത്തിൽ ഇവിടെ ആരംഭിച്ചു. സ്പീക്കറാണ് അന്ന് MD രാജേഷ് ഉദ്ഘാടനം. ഏതാണ്ട് 4 വർഷം ആവുന്ന ഈ ഘട്ടത്തിൽ നമ്മുടെ നഗരസഭയിലെയും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലെയും ആളുകൾക്ക് രാവിലെയും വൈകുന്നേരവുമായിട്ട് എൻജോയ് ചെയ്യാനും ആരോഗ്യ പരിപാലനത്തിനുമൊക്കെ സഹായിക്കുന്ന നിലയിൽ ഇത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നമുക്ക് ഇവിടെ ഇതിന് പുറമെ റോട്ടറി ക്ലബ് ഉൾപ്പെടെയുള്ള അവരെല്ലാം സ്പോൺസർഷിപ്പ് എല്ലാം നടത്തി
ഷൊർണൂർ നഗരസഭാ സെക്രട്ടറി PS രാജേഷ്, ഒളിമ്പിക് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് P രാജേഷ്, കൂട്ടായ്മ അംഗങ്ങളായ MK രാമചന്ദ്രൻ, P ഗംഗാധരൻ, VA സുഭാഷ് ചെറുതുരുത്തി, KR മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ശ്മശാന ജീവനക്കാരൻ AK വേലായുധൻ, നഗരസഭാ ജീവനക്കാരൻ P പ്രകാശൻ എന്നിവരെ ആദരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോരാട്ടത്തിന് ആഹ്വാനം ചെയ്ത് കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം. കുളപ്പുള്ളി KMIC ഓഡിറ്റോറിയത്തിലെ P സുനിത നഗറിൽ നടന്ന പ്രതിനിധി സമ്മേളനം CPIM ജില്ലാ കമ്മിറ്റി അംഗം MR മുരളി ഉദ്ഘാടനം ചെയ്തു. ഇടതുമുന്നണി ഗവൺമെന്റിന്റെ നയപരമായ ഒരു നിലപാടിന്റെ ഭാഗമായിട്ടാണ് 2015 അന്നത്തെ UDF ഗവൺമെന്റിന്റെ നിലപാടുകളിൽ നിന്നും വ്യത്യസ്തമായൊരു സമീപനം ഉണ്ടായിരുന്നു. ഈ മേഖലയിൽ കുറെ കൂടി നല്ല നിലയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. പ്രത്യേകിച്ചും ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുടെ മേഖലയിൽ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുള്ള കുടുംബങ്ങളുടെ ഭാഗമായി പ്രവർത്തിക്കുക എന്നാണ് അതിനർത്ഥം. സമ്മേളനത്തിൽ KRTA പാലക്കാട് ജില്ലാ പ്രസിഡന്റ് K ജിഷ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് T ജയപ്രഭ രക്തസാക്ഷി പ്രമേയവും ജോയിന്റ് സെക്രട്ടറി P രാഹുൽ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. സംഘാടക സമിതി ചെയർമാൻ MK ജയപ്രകാശ് സ്വാഗതം പറഞ്ഞു. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി RG പിള്ള, KRTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം A അരുൺ, TT ശ്രീരാജ്, K പ്രഭാകരൻ, K പ്രസാദ്, P ബാലകൃഷ്ണൻ, ദീപ ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രതിനിധി സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി ദീപ ജോസഫ് പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന വൈസ് പ്രസിഡന്റ് NS ധന്യ സംഘടനാ റിപ്പോർട്ടും ജില്ലാ ട്രഷറർ KS സംഗീത വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. തുടർന്ന് ഗ്രൂപ്പ് ചർച്ച, പൊതുചർച്ച എന്നിവയും നടന്നു. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ മുന്നേറ്റത്തിന് കരുത്ത് പകർന്ന് പ്രവർത്തിക്കുന്ന സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ സംഘടനയാണ് കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഓടന്നൂർ വലിയ പറമ്പിൽ 2 ഏക്കർ സ്ഥലത്തെ പുൽക്കാട്ടിൽ തീ പടർന്നത് നാട്ടുകാരെ പരിഭ്രാന്തരാക്കി. അഗ്നിരക്ഷാസേന എത്തുന്നതിനു മുൻപ് തന്നെ നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടൽ മൂലം തീ നിയന്ത്രണ വിധേയമാക്കി. പാലക്കാട് നിന്ന് അഗ്നിരക്ഷാസേന എത്തിയെങ്കിലും റോഡ് വീതിയില്ലാത്തതിനാൽ വാഹനത്തിന് സംഭവസ്ഥലത്ത് എത്താനായില്ല. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറെ അവഹേളിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജിവെക്കണമെന്ന് പട്ടികജാതി ക്ഷേമസമിതി. രാജ്യസഭയിൽ അംബേദ്കറെ പരിഹസിച്ചതിൽ പ്രതിഷേധിച്ച് PKS പാലക്കാട് ജില്ലാ കമ്മിറ്റി അഞ്ചുവിളക്ക് പരിസരത്ത് പ്രകടനവും പൊതുയോഗവും നടത്തി. അഞ്ചുവിളക്ക് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. പ്രതിഷേധയോഗം PKS സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി S അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ശ്രീ അമിത് ഷാ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ആരും പറയാത്ത രൂപത്തിലുള്ള ആക്ഷേപഹാസ്യങ്ങൾ നടത്തിയത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പരാമർശം, നിങ്ങൾ അടിക്കടി ഇങ്ങനെ അംബേദ്കർ 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 എന്ന് പറയുന്നതിന് പകരം ദൈവനാമം ഉച്ചരിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ ഒരുപക്ഷെ നിങ്ങളെല്ലാവരും സ്വർഗത്തിൽ പോവാൻ ഇടയായിരുന്നു എന്നതാണ്. ഇത് തെളിയിപ്പിക്കുന്നത് RSSന്റെ അല്ലെങ്കിൽ ഹിന്ദു മഹാസഭയുടെ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് മനുസ്മൃതിയാണ്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K ശാന്തകുമാരി MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി V പൊന്നുകുട്ടൻ, സംസ്ഥാന കമ്മിറ്റി അംഗം K രാജൻ, മാധവൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. MT വാസുദേവൻ നായർ ഒരു കാലഘട്ടത്തിൻ്റെ ഇതിഹാസമാണെന്ന് പട്ടാമ്പി മുൻ MLA CP മുഹമ്മദ്. പട്ടാമ്പി നഗരസഭ സംഘടിപ്പിച്ച MT അനുസ്മരണത്തിൽ സംസാരിക്കുകയായിരുന്നു CP മുഹമ്മദ്. വ്യത്യസ്ത തലമുറകളെ സ്വാധീനിക്കാൻ MTക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് യോഗത്തിൽ മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. അഗ്നിച്ചിറകുള്ള നാവിൻ്റെ ഉടമസ്ഥൻ എന്ന് ആരോ വിശേഷിപ്പിച്ചത് ഞാൻ വായിച്ചിട്ടുണ്ട്. അങ്ങനെ അഗ്നിച്ചിറകുള്ള നാവിൻ്റെ ഒരു ഉടമസ്ഥനായിരുന്നു മഹാനായ MT.
അദ്ദേഹം കൂടല്ലൂരിൽ നിന്ന് വിക്ടോറിയ കോളേജിൽ നിന്ന് ബിരുദം നേടി. മഹാനായ KP കേശവമേന്റെയും മാനേജ്മെന്റ് ബിരുദമില്ലെങ്കിലും കേരളം കണ്ട ഏറ്റവും വലിയ മാനേജ്മെന്റ് വിദഗ്ധനായ VN നായരുടെയും മഹാപണ്ഡിതനായ MB കൃഷ്ണവാര്യരുടെയും കീഴിൽ മാതൃഭൂമി പീരിയോഡിക്കൽസിന്റെ എഡിറ്ററായി, പിന്നീട് മലയാള സിനിമയിലെ സംവിധായകനായും തിരക്കഥാകൃത്തായുമൊക്കെ ഒരു വലിയ കാലഘട്ടത്തിന്റെ ഇതിഹാസമായി മാറി. MLA ആയിരിക്കെ MTക്കൊപ്പം പല വേദികളും പങ്കിടാനായത് വലിയ അംഗീകാരമായി കരുതുന്നുവെന്നും CP മുഹമ്മദ് പറഞ്ഞു. തലമുറകളുടെ എഴുത്തുകാരനായിരുന്നു MT എന്ന് യോഗത്തിൽ മുഹമ്മദ് മോഹസിൻ MLA പറഞ്ഞു. ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് TP ഷാജി, KR നാരായണസ്വാമി, ഡോക്ടർ PV രാമൻകുട്ടി, TK നാരായണദാസ്, TVM അലി, T ഗോപാലകൃഷ്ണൻ, CP ചിത്ര, അഡ്വക്കേറ്റ് ഉദയശങ്കർ, KM വാസുദേവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കേരള സംസ്ഥാന ജലസേചന വകുപ്പ് മലമ്പുഴ ഡിവിഷൻ ഇറിഗേഷൻ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കോട്ടായി കട്ട് ആൻഡ് കവർ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. തരൂർ നിയോജക മണ്ഡലം MLA PP സുമോദ് ഉദ്ഘാടനം ചെയ്തു. കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ് അധ്യക്ഷത വഹിച്ചു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വയോജനങ്ങൾക്ക് വീൽചെയർ വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റജീന വിതരണോദ്ഘാടനം നിർവഹിച്ചു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് 2024-2025 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വയോജനങ്ങൾക്ക് വീൽചെയർ വിതരണം ചെയ്തത്. വയോജനങ്ങൾക്ക് ഉപകരണങ്ങൾ നൽകൽ പദ്ധതിയുടെ ഭാഗമായി 7 പഞ്ചായത്തുകളിലെയും കിടപ്പ് രോഗികളായ വയോജനങ്ങൾക്ക് വീൽചെയറുകൾ നൽകി. ബ്ലോക്ക് ഹാളിൽ നടന്ന പരിപാടി പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റജീന ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ PV പ്രിയ, ഷെറീന ടീച്ചർ, M ശ്രീലത, K റവാഫ്, ഹെൽത്ത് സൂപ്പർവൈസർ കമ്മുണ്ണി, COC പ്രസാദ്, മാലിനി, R റീജ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പനിയൂരിൽ പൊതുകിണറും പരിസരവും ശുചീകരിച്ച് നാട്ടുകൂട്ടായ്മ. വാണിയംകുളം പനിയൂർ 18-ാം വാർഡിലെ വെസ്റ്റ് പഞ്ചായത്ത് കിണറാണ് നാട്ടുകാർ വൃത്തിയാക്കിയത്. പ്രദേശത്ത് നിരവധി പേർ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന പഞ്ചായത്ത് കിണറും പരിസരവുമാണ് പ്രദേശവാസികൾ ചേർന്ന് ശുചീകരിച്ചത്. കിണറിൻ്റെ പരിസരം കാടുമൂടി മാലിന്യങ്ങൾ നിറഞ്ഞ അവസ്ഥയിലായിരുന്നു. കിണറിലെ മാലിന്യങ്ങളും പ്രദേശവാസികൾ നീക്കം ചെയ്തു. ചൊവ്വാഴ്ച രാവിലെയാണ് പ്രദേശവാസികൾ ചേർന്ന് ശ്രമദാന പ്രവർത്തനം നടത്തിയത്. ചിങ്ങലമ്പാറ മോഹനൻ്റെ നേതൃത്വത്തിൽ ശിവദാസ്, സത്യപാലൻ, അനീഷ്, ജയകുമാർ, സേതുമാധവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഒഡീഷയിൽ നടന്ന 39ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ ലോങ് ജമ്പിൽ ദേശീയ റെക്കോർഡോടുകൂടി സ്വർണ്ണ മെഡൽ നേടിയ കോട്ടായി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അനന്യയ്ക്കും ദേശീയ സംസ്ഥാന മത്സരങ്ങളിൽ മികവ് തെളിയിച്ച മിന്നും താരങ്ങൾക്കും സ്കൂളും PTIയും അധ്യാപകരും ചേർന്ന് സ്വീകരണം നൽകി. PP സുമോദ് MLA ഉദ്ഘാടനം ചെയ്തു. ഹൈസ്കൂളിൽ നിന്ന് ഫസ്റ്റിലേക്ക് പോകാൻ കൺജസ്റ്റമായ സ്ഥലം, ഇടിഞ്ഞ സ്ഥലം, അത് പോരാ. നല്ല വിശാലമായ നടപ്പാത, വിശാലമായ ഒരു പ്ലേസ്, വിശാലമായ ഒരു ഇടം നമ്മുടെ ഫസ്റ്റുകളിൽ ഉപയോഗിക്കണം. ആ കാഴ്ചപ്പാടിന്റെ ഭാഗമായി 2 വർഷം ബഡ്ജറ്റിൽ സൈക്കിളിന് വേണ്ടി 1 കോടി രൂപ മാറ്റി. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കായിക താരങ്ങളെ അണിനിരത്തിയുള്ള ഘോഷയാത്രയ്ക്ക് ശേഷം സ്കൂൾ ഹാളിൽ നടന്ന ചടങ്ങിൽ കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ് അധ്യക്ഷത വഹിച്ചു. കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K കുഞ്ഞിലക്ഷ്മി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CR അരിത, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധാമോഹൻ, സ്കൂൾ പ്രധാനാധ്യാപിക ബിന്ദു, PTA പ്രസിഡന്റ് ജയദാസ്, വൈസ് പ്രസിഡന്റ് സതീഷ്, PTA കമ്മിറ്റി അംഗങ്ങളായ സുരേന്ദ്രൻ, ബൈജു, സുന്ദരൻ എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ VK കൃഷ്ണലീല സ്വാഗതവും സോഫി ടീച്ചർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കുഞ്ചൻ തിയേറ്റേഴ്സിന്റെ നേതൃത്വത്തിൽ ലക്കിടിയിൽ നാടകാചാര്യൻ CMS നാരായണൻ അനുസ്മരണം നടത്തി. കിള്ളിക്കുറിശിമംഗലത്ത് ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും തുടർന്ന് ലക്കിടി കൂട്ടുപാതയിൽ അനുസ്മരണ യോഗവും നടന്നു. കിള്ളിക്കുറിശിമംഗലത്ത് കുഞ്ചൻ തിയേറ്റേഴ്സിന്റെ നേതൃത്വത്തിലാണ് സിംസൺ എന്നറിയപ്പെടുന്ന CMS നാരായണൻ നമ്പൂതിരിപ്പാട് അനുസ്മരണം സംഘടിപ്പിച്ചത്.
CMSന്റെ 23ാം ഓർമ്മദിനത്തിൽ നടന്ന അനുസ്മരണത്തിന്റെ ഭാഗമായി പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണ യോഗവും നടന്നു. കുഞ്ചൻ സ്മാരക കലാസമിതി മുൻ സെക്രട്ടറി M. രാജേഷ് ആമുഖ പ്രഭാഷണം നടത്തി. ആ നാടിന്റെ മുൻ സാഹിത്യ സാംസ്കാരിക പരിപാടികളൊക്കെ സജീവമായി ഇറങ്ങിച്ചെല്ലുന്നിടത്ത് തന്നെ മാറ്റി നിർത്തപ്പെടുന്ന ഒരവസ്ഥയുണ്ടായി. അത് ആ മാറ്റി നിർത്തപ്പെടൽ തീർച്ചയായിട്ടും ചില ആളുകളുടെ വലിയ ഒരു കാഴ്ചപ്പാട് തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അതിലേക്ക് വലിയ സിൻസേട്ടന്റെ അനുസ്മരണം ഒരിക്കലും വിവാദങ്ങളിലൂടെ കടന്നു പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. എന്തായാലും ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കാതിരിക്കാനും കഴിയില്ല. ഇവിടെ കുഞ്ചൻ തീരേഴ്സ് 2000 മുതൽ 2013 വരെയും അതിനുശേഷം 2018 ഒക്കെ സിൻസേട്ടന്റെ അനുസ്മരണം കൂടെ നിർത്തിക്കൊണ്ട് തന്നെയാണ് നടന്നത്. നാടകകൃത്ത് വേണുജി ഗുരുവായൂർ, ജിനേഷ് മനിശ്ശേരി, ബാബു, റിക്രിയേഷൻ ക്ലബ്ബ് കൺവീനർ ഫൈസൽ, കുഞ്ചൻ തിയേറ്റേഴ്സ് ഭാരവാഹികളായ ഉപേന്ദ്രൻ മാസ്റ്റർ, ടി.എ. റസാഖ് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ന് നടക്കുന്ന അനുസ്മരണ യോഗം നാടക ലോകത്തെ നാടകങ്ങളെ കുറിച്ച് മാറ്റങ്ങളും അതിനെക്കുറിച്ചുള്ള ചിന്താഗതികളും ഉള്ളിലോട്ട് കയറി ആഴത്തിൽ ചിന്തിക്കുന്ന നല്ലൊരു മഹാവ്യക്തിയായിരുന്നു സിംസൺ നമ്പൂതിരി. അദ്ദേഹത്തിന്റെ വേർപാട് ഈ നഗരത്തിന് തന്നെ അല്ലെങ്കിൽ ഈ ഭാഗങ്ങൾക്ക് തന്നെ ഒരുപാട് വേദനകൾ സംഭവിച്ചിട്ടുള്ളൊരു ഇതൊക്കെ നാടകത്തിന് മാത്രമായി ജീവിതം ഒരുപാട് കൊണ്ടുപോവുകയും ഒരുപാട് കൂട്ടായ്മ പ്രവർത്തനങ്ങൾക്കൂടെ നാടകം എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുത്താണ് ഈ വായനശാലയുടെ നേതൃത്വത്തിലാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ കഴിവുകൾ അനുസ്മരിച്ചേ പറ്റൂ. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പെരിങ്ങോട്ടുകുറിശി സാധു സംരക്ഷണ റിലീഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർധന യുവതികൾക്ക് മംഗല്യ സൗഭാഗ്യമൊരുക്കി. 10ാം തവണയാണ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമൂഹ വിവാഹം നടക്കുന്നത്. സമൂഹ വിവാഹത്തിന് പഴയലക്കടി ഉബൈദ് തങ്ങൾ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സാധു സംരക്ഷണ റിലീഫ് കമ്മിറ്റി പ്രസിഡന്റ് റഷീദ് മണിയമ്പാറ അധ്യക്ഷത വഹിച്ചു. നവാസ് മന്നാനി പാനാവൂർ മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് KM കേരളകുമാരി, സാധു സംരക്ഷണ രക്ഷാധികാരി ഷൗക്കത്ത് അലി, മുൻ MLA AV ഗോപിനാഥ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EP പൗലോസ്, EV ഖാജാദാരിമി, മക്കി കല്ലിങ്കൽ, സുരേന്ദ്രൻ തരൂർ തുടങ്ങിയവർ സംസാരിച്ചു. റിലീഫ് കമ്മിറ്റി സെക്രട്ടറി അഷറഫ് വടക്കുംപുറം സ്വാഗതവും സെയ്ദ് മുഹമ്മദ് പിലാപ്പള്ളി നന്ദിയും പറഞ്ഞു. പിലാപ്പള്ളി മഹല്ല് ഖത്തീബ് സഹനുദ്ദീൻ അൻവരി പ്രാർത്ഥന നടത്തി. കൊടിന്തിരപ്പള്ളി പുത്തൻപീടികിൽ മിരാഷ് പിരിയാരി, മൈത്രീനഗർ ലക്ഷംവീട് സുമിയെയും, വടവന്നൂർ ചെറുങ്ങോളി മനുപ്രസാദ്, തോലന്നൂർ ചേലക്കുളങ്കര നീതുവിനെയും, വാണിയമ്പാറ കൊട്ടേക്കാട്ടിൽ ഷാഹിദ്, പത്തിരിപ്പാല പൂക്കോട്ടുകുന്ന് വാണിയമ്പറമ്പ് രഹിനെയും സമൂഹവേദിയിൽ വെച്ചും പ്രസാദും നീതുവും തോലന്നൂർ ക്ഷേത്രത്തിൽ വെച്ചും വിവാഹിതരായി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കൂനത്തറ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ ജലം ജീവിതം നാടകം ശ്രദ്ധേയം. ജലം ജീവിതം പരിപാടി 2ാം ഘട്ടത്തിന്റെ ഭാഗമായി കുളപ്പുള്ളി ബസ് സ്റ്റാൻഡ് പരിസരത്തായിരുന്നു നാടകാവതരണം. ജലം ജീവിതം എന്ന പ്രമേയത്തെ ആസ്പദമാക്കിയുള്ള നാടകത്തിന്റെ അവതരണം നഗരസഭാ കൗൺസിലർ TK ബഷീർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കൂനത്തറ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഈ ജലം ജീവിതം എന്ന ഒരു നല്ല ഒരു ആശയവുമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. എന്തായാലും ഈ കുളപ്പുള്ളി ടൗണിൽ ഈ പരിപാടി സംഘടിപ്പിച്ചതിന് കൂനത്തറ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS പ്രോഗ്രാം ഓഫീസറെയും അതുപോലെ തന്നെ പ്രിൻസിപ്പളെയും എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നല്ലൊരു കൺസെപ്റ്റ് തീർത്തും ഈ കാലഘട്ടത്തിന് വളരെ അനിവാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ ജലസ്രോതസ്സുകളൊക്കെ തന്നെ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ജലത്തിൻ്റെ ഉപയോഗത്തിൽ എന്തെല്ലാം തരത്തിലുള്ള ക്രമീകരണങ്ങളും മറ്റ് സംവിധാനങ്ങളും വരുത്താൻ NSS മുൻ ജില്ലാ കോർഡിനേറ്റർ PA ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം ഓഫീസർ AK സുധീർ സ്വാഗതം പറഞ്ഞു. ജയകൃഷ്ണൻ, മണികണ്ഠൻ, വളണ്ടിയർ സെക്രട്ടറി KJ ശ്രേയ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിന് ശേഷം യൂണിറ്റ് അംഗങ്ങൾ നാടകാവതരണം നടത്തി. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ കോട്ടായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൗനജാഥയും അനുശോചന യോഗവും നടന്നു. കോട്ടായി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ മോഹൻകുമാർ അധ്യക്ഷത വഹിച്ചു. വിവിധ കക്ഷി നേതാക്കളായ KP രവീന്ദ്രൻ, ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വാടനംകുറിശി ഗവൺമെന്റ് ഹൈസ്കൂളിൽ 1986-87 SSLC ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനം നടന്നു. ഓർമ്മച്ചപ്പ് സെക്കൻഡ് റീയൂണിയൻ എന്ന് നാമകരണം ചെയ്ത സംഗമം മുൻ അധ്യാപിക ലിസി ഉദ്ഘാടനം ചെയ്തു. ബാച്ചിലെ മരണപ്പെട്ടുപോയ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അനുസ്മരിച്ചുകൊണ്ടാണ് സംഗമം തുടങ്ങിയത്. നാസർ കാരേക്കാട് അനുസ്മരണ പ്രഭാഷണം നടത്തി. അക്ഷരകുലപതി MT വാസുദേവൻ നായരെയും മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെയും വാടനാകുറിശിക്കാരുടെ സ്വകാര്യ അഹങ്കാരമായിരുന്ന ഡോക്ടർ M കുഞ്ഞാമിനെയും ചടങ്ങിൽ അനുസ്മരിച്ചു. E സുമാലിനി ടീച്ചർ, MB ദിനേശ് മാസ്റ്റർ, V ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, റിട്ടയർഡ് ക്ലർക്ക് K ശ്രീകുമാർ, പ്രധാനാധ്യാപിക ഗീത ടീച്ചർ എന്നിവരെ ആദരിച്ചു. സ്കൂളിലെ 15 ക്ലാസ് മുറികളിലേക്കുള്ള മാലിന്യക്കൊട്ട ചടങ്ങിൽ കൈമാറി. നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങളും ഈ ബാച്ച് നടത്തിവരുന്നുണ്ട്. ചടങ്ങിൽ CV മുരളീധരൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ വാടനാംകുറിശിയുടെ ഹ്രസ്വചിത്രമടങ്ങുന്ന മാഗസിൻ HM ഗീത പ്രകാശനം ചെയ്തു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. പ്രോഗ്രാം കൺവീനർ സുനിത സ്വാഗതവും ജോയിന്റ് കൺവീനർ നിഷ നന്ദിയും പറഞ്ഞു. VR ദിനേശ് പരത്തിപ്ര, CV മുരളീധരൻ, ശിവദാസൻ, അബ്ദുൽ നസീർ പറമ്പിൽ, രാജേഷ് തോട്ടോഴി, നാസർ കാരേക്കാട്, മോഹൻദാസ്, A ബിന്ദു, VK ബൾക്കീസ്, CR പ്രീത, വിജയലക്ഷ്മി, ബേബി സുധ, KP ശ്രീദേവി, അജിത് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വാണിയംകുളം പാനയൂർ മിനിപ്പടിയിൽ തനിമ കലാകായിക സാംസ്കാരിക വേദി പ്രവർത്തനം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം VT നളിനി ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ തനിമ സെക്രട്ടറി KB അഭിജിത്ത് അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് C ബാബുരാജ്, മിനിപ്പടി ബ്രദേഴ്സ് ക്ലബ്ബ് സെക്രട്ടറി CP ഉണ്ണികൃഷ്ണൻ, O മധുസൂദനൻ, ഗോവിന്ദൻകുട്ടി, ബിന്ദു, PB സുരേഷ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പേരൂർ ദേശം അയ്യപ്പ ഭജനമഠത്തിന്റെ ആഭിമുഖ്യത്തിൽ അയ്യപ്പൻ വിളക്ക് മഹോത്സവം ആഘോഷിച്ചു. ഗണപതി ഹോമത്തോടെ തുടങ്ങിയ അയ്യപ്പൻ വിളക്ക് മഹോത്സവത്തിനോട് അനുബന്ധിച്ച് വിശേഷൽ പൂജകളും പഞ്ചാരിമേളം, കലാപരിപാടികൾ എന്നിവ നടന്നു. അന്നദാനവും ഉണ്ടായിരുന്നു. മങ്കര, മഞ്ഞക്കര, മുണ്ടേക്കാവ് അയ്യപ്പൻ വിളക്ക് ഉത്സവവും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. വിളക്ക് ഉത്സവത്തോടനുബന്ധിച്ച് വിശേഷാൽ പൂജകളും നടന്നു. ചെറുതുരുത്തി താഴപ്ര തോണിക്കടവ് വീട്ടിൽ 63 വയസ്സുള്ള ശിവശങ്കരനെ ഇക്കഴിഞ്ഞ 17 മുതൽ കാണാതായിട്ടുള്ളതാണ്. ഇയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുന്നവർ 0488 5212 100, 0488 4262 401, 9497980531 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടണമെന്ന് ചെറുതുരുത്തി പോലീസ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കുന്നംകുളത്ത് സഹോദരി ഭർത്താവ് വീട്ടമ്മയെ കൊലപ്പെടുത്തിയത് ആസൂത്രിതമായെന്ന് പോലീസ്. പ്രതി കണ്ണൻ ലക്ഷ്യമിട്ടത് അർത്താറ്റ് സ്വദേശി സിന്ധുവിനെ കൊലപ്പെടുത്തി സ്വർണ്ണ കവർച്ച നടത്താൻ. 7 ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യത മറികടക്കാനാണ് പ്രതി കൊലപാതകം നടത്തിയതെന്നും പോലീസ്. മൃതദേഹത്തോട് അധികൃതർ അനാദരവ് കാട്ടിയെന്ന് ആക്ഷേപം. കഴുത്തറുത്ത നിലയിൽ മൃതദേഹം മണിക്കൂറുകളോളം വീടിനുള്ളിൽ കിടന്നു. ഫോറൻസിക് വിരലടയാള വിദഗ്ധരുടെ സംഘമെത്തിയത് 14 മണിക്കൂറുകൾക്ക് ശേഷം. മങ്കരയിൽ തേനീച്ചകളുടെ ആക്രമണത്തിൽ 2 പോലീസുകാർ ഉൾപ്പെടെ 3 പേർക്ക് പരിക്ക്. തേനീച്ചകളുടെ ആക്രമണം അതിർക്കാട് ഞാവളിൻകടവ് പുഴയോരത്ത് വെച്ച്. പോലീസുകാർ പുഴയോരത്തെത്തിയത് പുതുവത്സര വേളയിൽ ലഹരി വസ്തുക്കളുടെ വിൽപ്പന പ്രദേശത്ത് വ്യാപകമെന്ന രഹസ്യവിവരത്തെ തുടർന്ന്. സമീപത്തെ കള്ളുഷാപ്പ് ജീവനക്കാരനും തേനീച്ചകളുടെ കുത്തേറ്റു.
കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോരാട്ടത്തിന് ആഹ്വാനവുമായി കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം കുളപ്പുള്ളിയിൽ. ഭിന്നശേഷി സൗഹൃദ നവകേരളത്തിനായി അണിചേരാനും KRTA ആഹ്വാനം. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറെ അവഹേളിച്ച ആഭ്യന്തരമന്ത്രി അമിത്ഷാക്കെതിരെ പട്ടികജാതി ക്ഷേമസമിതി. പാലക്കാട്ട് പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും. അമിത്ഷാ രാജിവെക്കണമെന്ന് EKS നേതാക്കൾ. ലോകം പുതുവർഷ പുലരിയിലേക്ക്. 2024 വിട പറയുന്നു. 2025 ഭൗതികവും ആത്മീയവുമായ നന്മകൾ വർഷിക്കുന്ന ദിനങ്ങൾ സമ്മാനിക്കുമെന്ന് പ്രത്യാശ. എങ്ങും പുതുവത്സരാഘോഷത്തിന്റെ നിറവ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പുതുവത്സരാശംസകൾ. നന്ദി, നമസ്കാരം.